ലല്ലുമോളുടെ വിളി കേട്ടാണ് പാറു ഹരിയിൽ നിന്നും അകന്നു മാറിയത്. അവൾക്ക് ഹരിയുടെ നേരെ നോക്കാനൊരു ജാളിത തോന്നുന്നുണ്ട്. അവനാവട്ടെ ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഷ്! ലല്ലുമോൾ താഴെ നിന്നും തോണ്ടി വിളിച്ചപ്പോൾ ഹരി ഞെട്ടിക്കൊണ്ടവളെ നോക്കി. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ലല്ലുവിനെ ഹരി വാരിയെടുത്തു. അവളുടെ കവളിൽ ചുണ്ട് ചേർത്തു. എന്താടാ? അവൻ കൊഞ്ചലോടെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. അങ്കിളിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ലല്ലു അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ആര്? അച്ചമ്മ. ലല്ലു അല്പം സങ്കോചത്തോടെയാണ് പറയുന്നത്. ഹരി ഒന്നിങ്ങ് വന്നേ. പുറത്തു നിന്നും വരതയുടെ ശബ്ദം കേട്ടിട്ട് ഹരി പാറുവിനെ ഒന്ന് നോക്കി. ആര് ആര് വിളിച്ചെന്ന മോള് പറഞ്ഞത്? അവൻ കേൾക്കാനുള്ള കൊതിയോടെ വീണ്ടും ചോദിച്ചു. അച്ചമ്മ. അവൻ്റെ നോട്ടം കണ്ടിട്ട് അല്പം നാണത്തോടെയാണ് ലല്ലു അത് പറഞ്ഞത്. അങ്ങനെ വിളിക്കാൻ പറഞ്ഞു എന്നോട്. ലല്ലു വീണ്ടും പറഞ്ഞു. ഹരിയുടെ ചുണ്ടുകൾ വീണ്ടും അവളുടെ കവിളിൽ പതിഞ്ഞു. മതി, എൻ്റെ മോള് അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. അച്ചമ്മ തന്നെയാണ്. അത് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ ഹരി തോളുകൊണ്ട് തുടച്ചു. ചുവരിൽ ചാരി നിസ്സംഗതയോടെ നിൽക്കുന്ന പാറുവിലേക്ക് അവൻ്റെ കണ്ണുകൾ പാറി വീണു. മതി കരഞ്ഞത്. നിന്നെക്കൊണ്ടാവും പോലെ നിന്റെ അച്ഛനെ നീ പരിചരിച്ചു. ആ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു കാണും. ഇനിയും കരഞ്ഞിട്ട് അസുഖം വരുത്തി വെക്കലേ പാറു നീ. ഹരി അവൾക്ക് മുന്നിൽ പോയി നിന്നു. ചെല്ല്, പോയിന്ന് കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. പാറു അവനെ നോക്കാതെ തലയാട്ടി. പുറത്തുണ്ടാകും. അവളോട് അതുകൂടി പറഞ്ഞിട്ട് ഹരി ലല്ലുമോളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ലച്ചു! വീണ്ടും വീണ്ടും വിളിക്കുന്നവൻ്റെ പിടയുന്ന മനസ്സറിഞ്ഞതുപോലെ സീത പതിയെ മൂളി. ഞാൻ വരണോ പെണ്ണെ? നിനക്ക് ഒട്ടും വയ്യേ? കണ്ണൻ വീണ്ടും ആദിയോടെ ചോദിച്ചു. കുഴപ്പമില്ല കണ്ണേട്ടാ, ഞാൻ ഓക്കെയാണ്. അടഞ്ഞുപോയ ശബ്ദത്തിൽ സീത പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവൻ സങ്കടത്തോടെ പറഞ്ഞു. പോയൊന്ന് കുളിച്ചിട്ട് വല്ലതും കഴിച്ച് ഇത്തിരി നേരം കിടക്ക്. ഞാനിനി പിന്നെ വിളിച്ചോളാം. കണ്ണൻ പറഞ്ഞു. വെറുതെയൊന്ന് മൂളിക്കൊണ്ട് സീത ഫോണ് മാറ്റിവെച്ചു. ഭാരം തൂങ്ങുന്ന മനസ്സും ശരീരവും. അവൾ ആ ചുവരിലേക്ക് ചാരിയിരുന്നു. മുറ്റത്ത് കെട്ടിയ പന്തൽ അഴിച്ചു മാറ്റുന്നവർക്കൊപ്പം ഹരിയും കൂടിയിട്ടുണ്ട്. നിരന്നു കിടക്കുന്ന കസേരകൾ പെറുക്കിയെടുത്ത് അടുക്കി വെക്കുന്നതിനിടെ ആരോ വന്നിട്ട് അവനെ എന്തോ ചോദിക്കുന്നതും ഹരി പോക്കറ്റിൽ നിന്നും കാശെടുത്ത് കൊടുക്കുന്നതുമെല്ലാം സീത കാണുന്നുണ്ട്. പന്തൽ പണിക്കാരുടെ വാടകയാകും. അതെല്ലാം പെറുക്കിക്കൂട്ടി വണ്ടിയിൽ കയറ്റി വിട്ടിട്ടാണ് ഹരി അകത്തേക്ക് കയറിയത്. സീത അവൻ്റെ ഫോണുമായി ഉമ്മറത്തേക്ക് ചെന്നു. കഴിഞ്ഞോ കരച്ചിലൊക്കെ? അവൻ നീട്ടിയ ഫോണുമാകുന്നതിനിടെ ഹരി ചോദിച്ചു. സീത പതിയെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കൂട്ടിലടച്ച വെരുകിനെ പോലെയാണ് അവിടെ കണ്ണൻ്റെ അവസ്ഥ. ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ഹരി പറഞ്ഞു. സീതയുടെ ചിരി മാഞ്ഞു അത് കേട്ടപ്പോൾ. അവൻ വരും ഡി. ഹരി അവളുടെ തലയിൽ കൊട്ടി. സീത വിളറിയ ചിരിയോടെ അവനെ നോക്കി. മതി ഇനി തൂങ്ങിപ്പിടിച്ചിരുന്നത്. എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വാ. ഞാനും അമ്മയും കൂടി വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവരാം. അവിടെ ഭദ്രയുണ്ട്, അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹരി തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് മുഖം തുടക്കുന്നതിനിടെ പറഞ്ഞു. സീത പതിയൊന്ന് മൂളി. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ ഇനി. ആ പട്ടിക്കാട്ടിലേക്ക് എത്തേണ്ടതല്ലേ? ഇപ്പോൾ തന്നെ വൈകി. സുനിലും രേഖയും വല്ലാത്ത ധൃതിയോടെ സീതയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു. അവർക്ക് പിറകെ പാർവതിയും ഇറങ്ങി വന്നിട്ട് ചുവരിൽ ചാരി നിന്നു. വരദ അവർക്കിടയിൽ വരാതെ അകത്തേക്ക് കയറിപ്പോയി. ബന്ധുക്കളെന്ന് പറയാൻ ആകെ അവശേഷിക്കുന്നവർ. പോവാനാണ് തിടക്കും കാണിക്കുന്നത്. സീത ഒന്നും പറയാതെ തലയാട്ടി. അമ്മയെ നോക്കിക്കോണേ സീതേ, ഇന്നൊട്ടും വയ്യ. രേഖ വലിയ കാര്യം പോലെ സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്നും മിണ്ടുന്നില്ല. പോട്ടെ എന്നാ, സുനിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിറങ്ങി. ഒന്നവിടെ നിന്നേ. പിറകിൽ നിന്നും ഹരിയുടെ മുഴക്കമുള്ള സ്വരം. സുനിൽ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രേഖയുടെ നെറ്റി ചുളിഞ്ഞുകൊണ്ടവനെ നോക്കി. എങ്ങോട്ട് പോണ് ഇത്രയും ധൃതിയിൽ? അവൻ സുനിലിൻ്റെ മുന്നിൽ പോയി നിന്നു. ഞാനെൻ്റെ വീട്ടിൽ പോണ്. എന്തേ? അവൻ്റെ ചോദ്യം ഒട്ടും രസിക്കാത്തതുപോലെ സുനിൽ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ആരാ? സീതയെയും പാർവതിയെയും ചൂണ്ടി അവൻ്റെ സ്വരം വീണ്ടും കെടുത്തു. ഇതൊക്കെ നീ അറിയുന്നത് എന്തിനാടാ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ മാത്രം നീ ആരാ? സുനിലിനെ തള്ളി മാറ്റിക്കൊണ്ട് രേഖ ഹരിയുടെ മുന്നിലേക്ക് വന്ന് ചീറി. ഒച്ച കുറച്ച് മതി. നിങ്ങളുടെ പ്രഹസനം. ഇതൊരു മരണം നടന്ന വീടാണ്. ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ ആ ഭാവത്തിൽ രേഖ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി.
ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ പട്ടിക്കാട്ടിലുള്ള വീടിൻ്റെ ഒറിജിനൽ അവകാശി അകത്ത് കിടപ്പുണ്ടല്ലോ, അതിനെ കൊണ്ടുപോകുന്നില്ലേ? ഹരിയുടെ ചോദ്യത്തിന് മുന്നിൽ സുനിൽ വിളറിപ്പോയി. അമ്മമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഇവളല്ലേ വീണ്ടും അതിനെ കെട്ടിവലിച്ചു കൊണ്ടുവന്നത്. വീണ്ടും ഞങ്ങളെന്തിനു കൊണ്ടുപോകണം? രേഖ വീണ്ടും ഫോമിലായി. പഴം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ അങ്ങോട്ട് ചോദിക്കും മനുഷ്യ. ഹരിയുടെ ചോദ്യത്തിനു മുന്നിൽ പതറി നിൽക്കുന്ന സുനിലിനെ പിടിച്ച് തള്ളിക്കൊണ്ട് രേഖ ചോദിച്ചു. ആ അമ്മ വിദേശ പര്യടനത്തിന് പോയിടത്തു നിന്നല്ലേ സീത പിടിച്ചോണ്ട് വന്നത്? മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഹരി അവർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് നിന്നു. രേഖ അവനെ കണ്ണുരുട്ടി നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. സുനിൽ അപ്പോഴും പതറിക്കൊണ്ട് നോട്ടം മാറ്റി കളിക്കുന്നുണ്ട്. നാണമുണ്ടോ? സ്വന്തം അമ്മയല്ലേ. ഒരു അറവുമാടിനെ പോലെ അനാഥാലയത്തിൽ കൊണ്ടു തള്ളിയത് നിങ്ങളുടെ പെറ്റമ്മയായിരുന്നു. ഹരി പുച്ഛത്തോടെ സുനിലിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ചോദിച്ചു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ ചെക്ക? രേഖ വീണ്ടും അവന് മുന്നിൽ കയറി നിന്നു. ഇവളുമാരെ കണ്ടിട്ടാണോ നിന്റെ ചാട്ടം? വെറുതെയല്ല നാട്ടുകാർ പറയുന്നത്. ഇതല്ലേ ഇതിനുള്ളിൽ നടക്കുന്നത്? സീതയെയും പാറുവിനെയും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് രേഖ ഹരിയുടെ നേരെ ചുണ്ടുകൂട്ടി. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കുളിച്ചുകൊണ്ട് തലതൂർത്തി വരികയായിരുന്ന അർജുൻ പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നത് കേട്ട് രേഖ അവനെ വല്ലാത്തൊരു ചിരിയോടെ നോക്കി. പോക്കറ്റ് മണി കിട്ടുന്നതിൻ്റെ നന്ദിയാകും അല്ലേടാ? രേഖ ചുണ്ടുകൂട്ടി. ഇനിയൊരക്ഷരം ഇവർ മിണ്ടിയ നിങ്ങളുടെ പല്ല് ഞാൻ അടിച്ചു കുഴിക്കും. ഹരിയുടെ വാക്കുകൾ പല്ലിനടിയിൽ കിടന്ന് ഞെരിഞ്ഞു. അവൻ്റെ മുഖം കണ്ടിട്ട് സുനിലും രേഖയും ഭയത്തോടെ പരസ്പരം നോക്കി. സ്ഥലം SI എൻ്റെ ഫ്രണ്ടാണ്. സ്വന്തം മാതാപിതാക്കളെ സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഉപേക്ഷിച്ച് കളഞ്ഞൊരു കേസ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ പറഞ്ഞു തരണോ സുനിൽ മാമേ? ഹരി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അകത്ത് കിടന്ന് അഴിയെണ്ണും ഭാര്യയും ഭർത്താവും കൂടി. അത് എന്നെക്കൊണ്ട് ചെയ്യിക്കണോ? അവൻ വീണ്ടും അവരെ നോക്കി. വേണ്ട, അവിവേകമൊന്നും കാണിക്കരുത്. സുനിൽ ഹരിയുടെ കയ്യിൽ പിടിച്ചു. ഇല്ല, കാണിക്കുന്നില്ല. പകരം അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ്. ആ അമ്മ നോക്കി വളർത്തിയ മകനായതുകൊണ്ട് തന്നെ ആ അമ്മയെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാരിലും ചാർത്തി കൊടുത്ത് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരമുണ്ടെങ്കിൽ. ഹരി സുനിലിനെ തുറച്ചു നോക്കി. പോകും നേരെ ജയിലിലോട്ട്, അത് വേണോ? ഹരിയുടെ ചോദ്യം. സുനിൽ അറിയാതെ തന്നെ വേണ്ടത് തലയാട്ടി. എങ്കിൽ അമ്മയും വിളിച്ചോണ്ട് പോകാൻ നോക്കിയാട്ടെ. ആ പട്ടിക്കാട്ടിൽ എത്തേണ്ടതല്ലേ? ഹരി കൈകെട്ടി നിന്നിട്ട് പറഞ്ഞു. അല്ല, അതിപ്പോ ഞാൻ ബസ്സിലാണ് വന്നത്. അമ്മയെ എങ്ങനെ? സുനിൽ തല ചൊറിഞ്ഞു. ഹരി അയാളെ സൂക്ഷിച്ചു നോക്കി. ഞാൻ നാളെ വണ്ടിയുമായി വന്നു കൊണ്ടുപോയിക്കോളാം. സുനിൽ ഹരിയെ അനുനയിപ്പിക്കാൻ നോക്കി. പറ്റില്ല, ആ പെൺകുട്ടികളുടെ അച്ഛനാണ് മരിച്ചത്. അതിൻ്റെ സങ്കടത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നില്ല എന്നത് പോട്ടെ. നിങ്ങളുടെ ഭാരം കൂടി അവരെ ഏൽപ്പിച്ച് മുങ്ങാനുള്ള ഈ ഇടപാട് ഇവിടെ നടക്കില്ലിനി. ഹരി പിടിവാശി പോലെ പറഞ്ഞു. ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന സീതയെയും പാറുവിനെയും രേഖ ഇടയ്ക്കിടെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നുണ്ട്. വണ്ടി ഞാൻ സംഘടിപ്പിച്ചു തരാമല്ലോ. ഹരി ചിരിയോടെ തന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തിട്ട് മാറി നിന്ന് ആർക്കോ വിളിച്ചു. 10 മിനിറ്റ് കൊണ്ട് വണ്ടി വരും. വിജയ ചിരിയോടെ അവൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. പാറു, അമ്മമ്മയുടെ ഡ്രസ്സും മരുന്നുമെല്ലാം ഒന്ന് എടുത്തു കൊടുത്തേ, പെട്ടെന്ന് വേണം. ഹരി വിളിച്ചു പറഞ്ഞു. പാർവതി അകത്തേക്ക് നടന്നു. അവൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. ഇവിടെ വടി പോലെ നിൽക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലേ. ഹരി രേഖയെ നോക്കി പറഞ്ഞു. അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് എന്തോ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഹരി സീതയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. 10 മിനിറ്റിനുള്ളിൽ തന്നെ കല്യാണിയമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് പാർവതിയും അർജുനും വന്നു. അവർക്ക് പിറകെ 2 കൈയിലും ഓരോ വലിയ കവറുമായി രേഖയും. അവരുടെ മുഖം അപ്പോഴും വീർത്തുകെട്ടി കിടക്കുന്നുണ്ട്. സീത തിണ്ണയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു. ഉപേക്ഷിച്ച് കളയുകയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ ഒന്ന് സെറ്റായിട്ട് ഇങ്ങോട്ട് വരണമെന്നാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം. സീത അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണി അമ്മയുടെ കൈകൾ അവരുടെ കയ്യിൽ മുറുക്കി. വണ്ടിക്കാളയെ പോലെ ആവരുത്, നിന്റെ അമ്മയെപ്പോലെയും. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതേ ഇഷ്ടം നിന്നോടുമുണ്ട്. പക്ഷേ സ്നേഹിക്കാനും പുന്നിരിക്കാനും അമ്മമ്മയ്ക്ക് പേടിയായിരുന്നു കുട്ടിയെ. നീയും എന്നെ വേദനിപ്പിക്കുമോന്ന്. അവരുടെ വിറച്ചുകൊണ്ടുള്ള വാക്കുകൾ സീതയുടെ ഹൃദയം പിടച്ചു. കാരണമില്ലാതെ നിന്നോട് വഴക്കു കൂടിയതൊക്കെയും നീ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദേഷ്യം കാണിച്ചത് നിന്നിൽ വാശി നിറയ്ക്കാനായിരുന്നു. അമ്മമ്മയോട് വെറുപ്പ് തോന്നരുത്. നിറഞ്ഞ കണ്ണോടെ അവർ സീതയുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും താഴെ വണ്ടിയെത്തി ഹോണടിച്ചു തുടങ്ങിയിരുന്നു. പേടിക്കണ്ട, ഇനിയാരും നിങ്ങളെ ഇറക്കി വിടില്ല, ഉപദ്രവിക്കുകയുമില്ല. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. ഹരി കയറി വന്നിട്ട് പറയുമ്പോൾ അവർ തലയാട്ടി. വിഷമിക്കരുത്,
ഉപേക്ഷിച്ച് കളയുകയാണ് എന്ന തോന്നലും വേണ്ട. പാറുവിനും സീതയ്ക്കും ഇത്ര തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കാര്യം കൂടി നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം. എന്നോട് ദേഷ്യം തോന്നരുത്. ഹരി അവരുടെ കയ്യിൽ പിടിച്ചു. എനിക്കറിയാം മോനെ. കല്യാണിയമ്മ അവൻ്റെ കവിളിൽ തൊട്ടു. പോവാ ഇനി. അതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെ രേഖ പറഞ്ഞു. കല്യാണിയമ്മ ആയാസപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു. മര്യാദയ്ക്ക് വേണം ഇവരോട് പെരുമാറാൻ. പ്രായമായതാണ്, അതിൻ്റേതായ ധാരാളം പ്രശ്നങ്ങളും കാണും. അതറിഞ്ഞു പെരുമാറാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഞാനൊരു വരവ് കൂടി വരും, അത് മറക്കരുത്. ഹരി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഒന്ന് മൂളിയിട്ട് രേഖ കല്യാണിയമ്മയുടെ കൈ പിടിച്ചു. മുണ്ട് ഒന്നുകൂടി മുറുക്കി കുത്തിക്കൊണ്ട് ഹരി അവരെ കയ്യിൽ വാരിയെടുത്ത് മുറ്റത്തേക്കിറങ്ങി നടന്നു. അവൻ തന്നെയാണ് താഴെ നിർത്തിയിട്ട കാറിൽ അവരെ കയറ്റിയിരുത്തി കൊടുത്തതും. അവരുടെയല്ല, നിങ്ങളുടെ അമ്മയാണ്. അതാണ് മറന്നു പോകാൻ പാടില്ലാത്തതും. വണ്ടി നീങ്ങും മുന്നേ രേഖയെ ചൂണ്ടി അവൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു.